സാംസങ്ങിന്റെ M32 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫോണിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M32 5G എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് M32 5Gയിൽ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, TFT ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഓൾറെഡി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ അതുപോലെ തന്നെ TFT ഡിസ്പ്ലേ ഇങ്ങനെ ചില കോംപ്രമൈസുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കൂടിയ റിഫ്രഷ് റേറ്റ് എങ്കിലും അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും അതിവിടെ വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ കുറച്ചും കൂടി പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനി ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന നോച്ചാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ 5G ഫോണുകളിൽ ചില കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കൂടുതലും ഡിസ്പ്ലേയിലാണ് വരാറ്. പക്ഷേ ഈ ഒരു ഫോണിലെ കോംപ്രമൈസ് എന്നുള്ളത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ട് പോലും ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തില്ല, AMOLED ഡിസ്പ്ലേ കൊടുത്തില്ല, കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നില്ല, പഞ്ചോൾ ഡിസ്പ്ലേ ഇല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നല്ലൊരു നെഗറ്റീവ് പോയിന്റ് തന്നെ വരുന്നുണ്ട് ഈ ഒരു ഫോണിന്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 205 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.1 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്ലേറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ സ്കൈ ബ്ലൂവും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MediaTek DIMENSITY 720 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണെന്ന് വെച്ചാൽ എല്ലാം എന്ന് പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MediaTekൻ്റെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek DIMENSITY 800 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 765G അതുപോലെ സ്നാപ്ഡ്രാഗൺ 768G ഇതുപോലുള്ള പ്രോസസ്സറുകളുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് പ്രോസസ്സർ അല്ല, എന്നാലും തരക്കേടില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 12ഓളം 5G ബാൻഡ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇതിലും കൂടിയ പ്രൈസ് റേഞ്ചിലൊക്കെ പല ബ്രാൻഡുകളും അവരുടെ 5G ഫോണുകൾ 1ഉം 2ഉം ബാൻഡ്സും ഒക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ 12ഓളം 5G ബാൻഡ്സ് കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 1TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Alt Z മോഡ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 11 ബേസ് ചെയ്തിട്ടുള്ള One UI 3.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മാറ്റിയിട്ട് കുറച്ചും കൂടി കൂടിയൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. 8GB റാം വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. പിന്നെ ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 2 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ തന്നെ Samsung.com വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് M32 5G എന്ന ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ 5G ബാൻഡ്സ് വരുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ പല കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. 5G എന്നുള്ള പേരിൽ ബാക്കി ഫീച്ചേഴ്സിൽ നല്ല കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു മികച്ച ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇതിനേക്കാൾ മികച്ച 5G ഫോണുകളൊക്കെ അവൈലബിൾ ആണ്. സാംസങ് M32 5G എന്ന ഫോൺ നിരാശപ്പെടുത്തിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.